ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാം. ഞാനിപ്പോൾ മുന്തിരി, ആപ്പിള്, ചെറിയ പഴം, ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പാല് ഒരു ചെറിയ കപ്പിൽ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് നമ്മൾ പൊടിച്ചെടുക്കണം. ബദാം, കശുവണ്ടി പരിപ്പ്, അതാണ് ഞാൻ എടുത്തേക്കണത്. നട്ട്സ് അത് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ ആപ്പിളൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ആപ്പിളിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. മുന്തിരി ഞാൻ കുരുവില്ലാത്ത നല്ല മധുരമുള്ള മുന്തിരിയായ കാരണം അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പഴമൊക്കെ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ 3 പഴമാണ് ചേർത്ത് കൊടുത്തേക്കണത്, ചെറുപഴം. പിന്നെ ഒരു ആപ്പിള് കട്ട് ചെയ്തതും, പിന്നെ ഒരു 200 ഗ്രാമോളം മുന്തിരിയും കൂടിയാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്കിതിലൊക്കെ ഏത് ഫ്രൂട്ട്സ് ആയാലും ചേർത്ത് കൊടുക്കാം. മാങ്ങ, പിന്നെ വേറെ പഴങ്ങൾ, ഞാലിപ്പൂവൻ, കണ്ണമ്പഴം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ തിളപ്പിച്ച് ആറ്റി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന തണുപ്പിച്ച പാലാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് ഇടം കുറവായിരുന്നു, ഞാൻ വേറെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ നട്ട്സിൻ്റെ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്ത് ചൂട് കാലാവസ്ഥയിൽ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ ആയാലും ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് സാലഡ് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രഷ് ആവാൻ പറ്റും. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് കുറച്ച് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഈ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു തണുത്ത കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാവുകയാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും. ഞാനിതിലേക്ക് പിന്നെ മധുരത്തിന് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയിലും ചേർത്താൽ മതി. അപ്പോൾ ഇത് തേൻ ചേർക്കുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡായിരിക്കും ഇത്. അപ്പോൾ തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നട്ട്സിൻ്റെ പൗഡർ ചേർത്തേക്കണ ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് വാട്ടറും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി തേനും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് പഞ്ചസാര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ഫ്രൂട്ട്സൊക്കെ ഇപ്പം നല്ല കിട്ടണ സീസണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ആയാലും ഇഷ്ടമായിരിക്കും. മുന്തിരി തന്നെ, ആപ്പിൾ തന്നെയൊക്കെ കഴിക്കാൻ ചില മക്കൾക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സാലഡാക്കി തേനൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഉച്ചക്ക് നല്ല ചൂട് കാലാവസ്ഥയിൽ ഇതൊരു ബൗള് അവർക്ക് കൊടുക്കുകയാണെങ്കിലും വലിയ ആൾക്കാർക്കായാലും കഴിക്കാൻ നല്ല അടിപൊളി ഫ്രൂട്ട് സാലഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ തണുപ്പുള്ള മനസ്സും ശരീരവും ഒപ്പം തണുക്കുന്ന ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. മധുരം പോരാഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടിയും തേനൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. ഇപ്പം തന്നെ തണുപ്പുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ചേർത്തിട്ടാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഫ്രൂട്ട് സാലഡൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടെന്നറിയാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിനും കമൻറ്റിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് പകർത്തി നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. മുന്തിരിക്കും ആപ്പിളിനൊക്കെ നല്ല മധുരമുള്ള കാരണം പിന്നെ നമുക്ക് കൂടുതൽ വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ കസ്റ്റാർഡ് പൗഡർ, പിന്നെ കസ്കസൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ഇത്രയും മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോഴായാലും നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിങ്ങനത്തെ അടിപൊളി സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.